पति ब्रह्मचारी। മോനെ പെട്ടെന്ന് വാ, പയ്യന്റെ വീട്ടുകാരെത്തി കാണും. നടക്ക്. മുഹൂർത്തത്തിന് സമയമായി. വാ മോനെ. ഒരു വശത്ത് പുരുഷോത്തമൻ സാറിന്റെ മകനുമായി മോളുടെ കല്യാണം നടക്കുമ്പോൾ മറുവശത്ത് ഇലക്ഷനുള്ള എന്റെ സീറ്റ് എന്റെ കയ്യിൽ വന്നിരിക്കും. ഇത്രയും വലിയ ചതിയോ? അതും സ്വന്തം മോളോട് തന്നെ. ഈ ചതിയെ കുറിച്ച് ശിഷ്യയോട് പറയണം. നിങ്ങളുടെ മോളൊരു അപ്സരപ്സ് തന്നെയാണ് ഗുലാബ് സാറേ. ഇതിലൂടെ ഞങ്ങളുടെ കുടുംബത്തിന്റെ അഭിമാനവും ഉയർന്നു. അതിനിപ്പോ ഞങ്ങളുടെയും നിങ്ങളുടെയും കുടുംബം ഇനി മുതൽ ഒന്നല്ലേ? ഞങ്ങൾക്കുള്ളതെല്ലാം നിങ്ങൾക്കുള്ളത് തന്നെ, അതുപോലെ നിങ്ങൾക്കുള്ളത് ഞങ്ങൾക്കും. അതെ അതെ, ശരിയാ. സത്യം പറഞ്ഞാൽ എനിക്ക് നിന്നെ കല്യാണം കഴിക്കണമെന്ന് ഉണ്ടായിരുന്നേ ഇല്ല. ഞാൻ പ്രേമമാണെന്ന് കരുതിയിരുന്നത് വെറും ഒരു അട്രാക്ഷൻ മാത്രമായിരുന്നു. മാത്രമല്ല, ചീത്തയായ ഒരു സ്ത്രീയുടെ മകളെ എനിക്ക് വിവാഹം കഴിക്കാൻ പറ്റില്ല. നിന്നെ ഞാൻ എങ്ങനെ വിശ്വസിക്കും? നീ എന്റെ കൂടെ ഉണ്ടാവുന്ന എന്താ ഉറപ്പ്? നോക്കി നടക്കാൻ വയ്യേ? ചെല്ല്, പുറത്തോട്ടോ. വല്ലാത്ത ഭാഗ്യം തന്നെയാ നിന്റേത്. അതുകൊണ്ടല്ലേ ഗുലാബ് നിന്റെ അച്ഛനായത്. അല്ലായിരുന്നെങ്കിൽ നീ നിന്റെ അമ്മയെ പോലെ നമ്മുടെ കുടുംബത്തിന്റെ അഭിമാനം കളഞ്ഞു കുളിക്കുന്നതിന് ഒരു കുറവും വരത്തില്ലായിരുന്നു. എന്തിനാ ഇങ്ങനെ മോന്തി വീർപ്പിച്ചിരിക്കുന്നെ? ഇല്ലെങ്കിൽ ഒരു പുഞ്ചിരിയെങ്കിലും എടുത്ത് വയ്ക്കേ. അല്ലാതെ അവർക്ക് എന്തെങ്കിലും സംശയം ഉണ്ടാക്കിയാലുണ്ടല്ലോ, പിന്നെ ഈ ബന്ധവും തകർന്നു പോവും. മനസ്സിലായോ? അല്ല സാറേ, ഈ കല്യാണം ഇച്ചിരി ധൃതിയിലാണ് നടക്കുന്നത്. എന്ന് വെച്ച് ഈ കല്യാണത്തിന്റെ പാട്ടും ഡാൻസും ആഘോഷമൊന്നും വേണ്ടെന്നില്ല. ഡാൻസും പാട്ട് എന്തായാലും വേണം ഗുലാബ് സാറേ. ഈശ,
കുറെ പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട് ഇഷ. എനിക്ക് നിന്നോട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. നിനക്ക് ഞാൻ പറയാൻ പോകുന്നത് എന്താണെന്നറിയോ? നിനക്കറിയോ? എന്തോ ഇഷ. ചേട്ടത്തി 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 എഴുന്നേക്ക്. ചേട്ടത്തി എഴുന്നേക്കൂ. അയ്യോ ചേട്ടത്തി എഴുന്നേക്ക്. ചേട്ടത്തി. അതെ, നിങ്ങളാരും വിഷമിക്കുന്നു വേണ്ട. ഇത് സംഭവിക്കേണ്ടത് തന്നെയാണ്. ആകെയുള്ളൊരു നാത്തൂന്റെ കല്യാണമല്ലേ. അപ്പോ രാത്രി മുഴുവൻ ഉറങ്ങാതിരുന്ന് ജോലികളൊക്കെ ചെയ്തല്ലേ. മോനെ ഗുലാബ്, നീ ചെന്നിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ നോക്ക്. ഞാനിവിടെ റൂമിലേക്ക് കൊണ്ടുപോകാം. മുഹൂർത്തം ആയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് അങ്ങോട്ട് ചെല്ലാം. വരൂ 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 വരൂ. ഇഷ വരൂ. പക്ഷേ അച്ഛാ, ചേട്ടത്തി. വരൂ. വരൂ വരൂ, എല്ലാവരും വരൂ. മോളെ, ദാ ഇത് കുടിക്കേ. കുഞ്ഞിന്റെ ആരോഗ്യത്തിന് നല്ലതാ. കുടിച്ചോ. അല്ല മുത്തശ്ശി, ഞാൻ കുടിച്ചിട്ട് പോ. എന്ത് സംഭവിച്ചാലും ശരി, ഇഷയോട് ഞാൻ ഈ നടന്ന സംഭവങ്ങളൊക്കെ പറയുക തന്നെ ചെയ്യും. എന്തായാലും നന്നായി. എൻ്റെ മുത്തശ്ശിയോട് ഇങ്ങനെയൊക്കെ ചെയ്ത ചെറുക്കനല്ലേ അവൻ. അവൻ ഇങ്ങനെ തന്നെ വേണം. ഗുലാബ് സാർ, നന്നായി. കാര്യങ്ങളൊക്കെ നീ ഭംഗിയായിട്ട് ചെയ്തു. പക്ഷെ ഒരു കാര്യം കൂടി നീ ശ്രദ്ധിക്കണം. ഇഷ ഈ കല്യാണം കഴിഞ്ഞ അവളുടെ ഭർത്താവിന്റെ വീട്ടിലേക്ക് പോകുന്നത് വരെ ആ റോഹനോ അവന്റെ കുടുംബമോ ഒന്നും ഈ പരിസരത്തുണ്ടാവാൻ പാടില്ല. മനസ്സിലായോ? ഞാൻ നോക്കിക്കോളാം. ചെല്ല. നിന്റെ അച്ഛനോട് എന്റെ മോൻ ഒരുപാട് ഔദാര്യങ്ങൾ കാണിച്ചിട്ടുണ്ട്. മുത്തശ്ശി, അയാൾ ഇതെങ്ങനെ അറിഞ്ഞാലുണ്ടല്ലോ. അതായത് സ്വന്തം മോള് സ്വന്തം ഭർത്താവിന്റെ വീടിന്റെ അന്തസ്സ് കളഞ്ഞുകൊണ്ട് സ്വന്തം അമ്മായി അപ്പന് എതിര് നിൽക്കുകയാണെന്ന് അറിഞ്ഞാൽ അതോർക്കുമ്പോ എനിക്ക് പേടിയാ. അങ്ങേർക്ക് സഹിക്കാൻ പറ്റാത്ത വല്ല വിഷമം വന്നാലോ? അങ്ങനെ അയാൾ ആത്മഹത്യ ചെയ്താലോ? ഒരു കാര്യം ഓർത്തോ, ഞങ്ങളെ വീട്ടിലെ മരുമക്കളൊക്കെ കുറച്ച് കാര്യങ്ങളെ പറയൂ. അതും അവർക്ക് പറയാൻ അനുവാദമുള്ള കാര്യങ്ങൾ മാത്രം. മനസ്സിലായോ? രാമ 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 രാമ. ഇങ്ങോട്ട് വാടി. അമ്മേ, എന്താടി അവിടെ പരിപാടി? നിന്റെ മോൻ സ്കൂളിൽ നിന്ന് വന്നിട്ട് എത്ര നേരമായെന്ന് നിനക്കറിയോ? അവൻ വന്നോ നിന്നോ കഴിച്ചോ നിന്നോ നോക്കാൻ നിനക്ക് നേരമില്ല. നീ ഇവിടെ വന്ന് പാട്ടും കൂത്തുമായിട്ട് കൂടിയിരിക്കുക. ഒന്നും ചെയ്യല്ലേ, ഞാൻ പറഞ്ഞിട്ടാ അമ്മ. അവളെന്നെ ജോലി സഹായിച്ചതാ. ജോലിയിൽ സഹായിക്കല് വീട്ടിലെ കാര്യം നോക്കാൻ അവൾക്ക് മടിയാ.
കഷ്ടം തന്നെ. ഭഗവാൻ എന്തിനാണോ ഇവളെയൊക്കെ എന്റെ തലയിലെടുത്ത് വെച്ചത്? ഇനി ഇവിടെ നിന്ന് സമയം കളയാൻ നിൽക്കുവാണോ? എന്റെ കുഞ്ഞിന് വല്ലതും കൊടുക്കുന്നില്ലേ നീ? പറഞ്ഞാലും കേക്കില്ല. നടക്കടി അങ്ങോട്ട്, നടക്കാൻ. എന്റെ ദൈവമേ, വിടമ്മേ. വേഗം നടക്കണം അങ്ങോട്ട്. നീ വീട്ടിലേക്ക് വാ. നിന്റെ വയറ്റിലേക്കെല്ലാം പോകുന്നതിന് മുമ്പ് മുത്തശ്ശീയുടെ വായിരിക്കുന്ന എന്നെ കേൾപ്പിച്ചില്ലെങ്കിൽ നിനക്ക് സമാധാനം വരത്തില്ലല്ലേ? ശരിയാക്കി തരാം. വാടാ ഇങ്ങോട്ട്. എന്താ ഉണ്ടായി? ജാനേ ചേച്ചി, എന്തിനാ വല്ലവരോടുള്ള ദേഷ്യം നിങ്ങളുടെ മരുമോളോട് തീർക്കുന്നേ? നീ എന്തായി പറഞ്ഞു വരുന്നേ? അല്ല, നിങ്ങളുടെ മോളുടെ കല്യാണം നടക്കാതെ പോയെന്ന് വെച്ച് അതിലിപ്പോ നിങ്ങളുടെ മരുമോൾ എന്ത് ചെയ്യാനാ? എന്റെ പേടി എന്താന്ന് വെച്ചാ ഇനിയിപ്പോ റിയ മോള് ജീവിതകാലം മുഴുവൻ ഇങ്ങനെ ഇരുന്നു പോകുന്ന. കമലേച്ചി, ഇത് ഞങ്ങളുടെ കുടുംബകാര്യമാണോ? അത് ഞങ്ങളുടെ കുടുംബത്തിനകത്ത് തന്നെ തീർത്തോളാം. നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കി പോവാൻ നോക്ക്. ചെല്. അയ്യോ, ഞാൻ നിന്റെ കാര്യം അങ്ങ് മറന്നേ പോയി. പറഞ്ഞ പോലെ പെണ്ണിന്റെ ആങ്ങള ഇത്രയും വലിയൊരു ഗുണ്ടയാണല്ലോ. തോക്ക് ചൂണ്ടിയിട്ടാണെങ്കിലും ഏതെങ്കിലും ഒരു പയ്യനെ പിടിച്ചോണ്ട് വരുമല്ലോ. അങ്ങനെ പെങ്ങടെ കല്യാണവും നടക്കും. അല്ലാതെ പിന്നെ ഇപ്പൊ ആര് വരാനാ ഈ കൊള്ളിയുടെ മകളെ കെട്ടാൻ? ചേച്ചി മതി. ഇനി ഒരു അക്ഷരം മിണ്ടിയാലുണ്ടല്ലോ ഞാൻ എന്താ ചെയ്യുക എനിക്ക് തന്നെ പറയാൻ പറ്റില്ല. ചെല്, മര്യാദയ്ക്ക് പോടുന്നു. വിടമ്മേ, എന്തിനാ ഇവള് പറയുന്നൊക്കെ ശ്രദ്ധിക്കാൻ പോകുന്നേ? അമ്മ വന്നേ, നമുക്ക് അകത്തേക്ക് പോവാം. വാ. അമ്മേ, ഞാനല്ലേ പറയുന്നേ, പ്രിയയുടെ കല്യാണം നടക്കും. നല്ലൊരു കുടുംബത്തിലെ പയ്യനായിട്ട് തന്നെ നടക്കും. അതേമ്മേ, ഈ തെരുവിലെ തന്നെ ഏറ്റവും സുന്ദരിയാ നമ്മുടെ റിയ. നോക്കിക്കോ, ഏറ്റവും നല്ല പയ്യനെ തന്നെ കിട്ടും. എനിക്കൊന്നും അറിയില്ല ഭഗവാനെ. 6 കൂട്ടുകാരാ ഇതുവരെ പെണ്ണ് കാണാൻ ഇവിടെ വന്നത്. ഒന്ന് ശരിയായപ്പോ അത് കൈവിട്ടും പോയി. ഇത്തവണയാണെങ്കിൽ അഹങ്കാരം പിടിച്ച ഒരു പെണ്ണ് കാരണോ ഇത് കൈവിട്ടു പോയത്. അവരെന്നോട് പകരം വീട്ടിയതാണെന്ന് എനിക്ക് മനസ്സിലായി. എന്തായാലും ഈ സംഭവം എനിക്ക് മറക്കാൻ കഴിയില്ല. എന്റെ വീട്ടിൽ കയറി വന്ന് എല്ലാവരുടെയും മുന്നിൽ വെച്ച് എന്നെ എന്നെ അമ്മേ, അവളെ ഞാൻ മനസ്സറിഞ്ഞ് ശപിക്കുക. അവൾ ഏത് വീട്ടിൽ ചെന്ന് കയറിയാലും മതി മതി അമ്മേ. അവളെ ശപിച്ച അമ്മ സ്വന്തം നാക്കെന്തിനെ ഇങ്ങനെ ചീത്താക്കുന്നേ? അവള് ചെയ്ത പാപത്തിലുള്ള ശിക്ഷ അവൾക്ക് തന്നെ കിട്ടിക്കൊണ്ടിരിക്കുകയല്ലേ? അതേ അമ്മേ, കാര്യമായിട്ട് പറയുന്നേ. സത്യത്തിൽ വല്യച്ഛൻ അവളോട് എന്ത് ചതിയാ ചെയ്തുകൊണ്ടിരിക്കുന്ന അവൾക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. ഇഷ സ്നേഹിച്ചിരുന്നൊരു പയ്യനില്ലേ, അവന്റെ അച്ഛൻ വഴി അവനെ കൊണ്ട് തന്നെ ഈ കല്യാണത്തിന് താല്പര്യമില്ലെന്ന് അവനെ കൊണ്ട് പറയിച്ചിരിക്കുക. അവൻ അത് അവളുടെ മുഖത്ത് നോക്കി പറയുകയും ചെയ്തു. അങ്ങനെ മുറിവും അതിനുള്ള മരുന്നും എല്ലാം വല്യച്ഛൻ തന്നെ കണ്ടുപിടിച്ചു. എന്തായി പറയുന്നത്? എന്നുവെച്ചാൽ വേറൊന്നുമല്ല, ഇഷ ആഗ്രഹിച്ച കല്യാണമല്ല ഇപ്പൊ നടക്കാൻ പോകുന്നത്. വല്യച്ഛന്റെ കണക്ഷൻ വെച്ചിട്ടുള്ള ഏതൊരു പൊളിറ്റീഷ്യന്റെ മകനുമായിട്ടാണ് അവളുടെ കല്യാണം നടക്കാൻ പോകുന്നത്. സോ പ്രണയം നഷ്ടപ്പെട്ട ഒരു പെണ്ണിന് ഇതിലും വലിയൊരു ശിക്ഷ കിട്ടാനുണ്ടോ? നിങ്ങൾ തന്നെ പറഞ്ഞു. അപ്പൊ ദൈവം ഉണ്ടല്ലേ? എനിക്ക് സമാധാനായി. കൊള്ളാം. ഒരുപാട് ദിവസത്തിന് ശേഷമാ ഞാൻ ഇത്രയും നല്ലൊരു വാർത്ത കേൾക്കുന്നത്. മനസ്സിനൊരു കുളിർമ കിട്ടിയതുപോലെ. സത്യം പറഞ്ഞ ചെവിയിലാരോ തേൻ ഒഴിച്ചതുപോലെ. എടി മോണിക്ക, എന്താ അമ്മേ? നാളെ രാവിലെ നേരത്തെ എണീക്കണം. നമുക്കേ അമ്പലത്തിൽ പോവാനുള്ളതാ. കുറച്ച് നേർച്ചകളൊക്കെ തീർക്കാനുണ്ട്. ഞാനിത് എന്തായി പറഞ്ഞത്? ഇനിയിപ്പോ അമ്മ ഇത് നാട് മുഴുവൻ കൊട്ടിഘോഷിക്കോ? ഞാനെടുത്ത തീരുമാനം തെറ്റാന്ന് തോന്നുന്നു. ഇനിയിപ്പോ അച്ഛന്റെ തീരുമാനത്തിലൂടെ എല്ലാം ശരിയാവും. ഭഗവാന്റെ പാദത്തിൽ വെക്ക. ഞാൻ പൂജയ്ക്കുള്ള ഒരുക്കങ്ങൾ ചെയ്തിട്ട് വരാം. ഇഷ, ഈ കല്യാണത്തിന് നീ ഹാപ്പി ആണല്ലോ അല്ലേ? അച്ഛൻ എനിക്ക് വേണ്ടി എന്താ ചെയ്തെന്നറിയാലോ. അതിനുശേഷം എന്റെ സന്തോഷത്തിനേക്കാളും വലുത് എനിക്ക് അച്ഛന്റെ സന്തോഷം.
അയ്യോ ഇതെന്താ അനിഷ്ട സംഭവിച്ചത്? കൊള്ളാലോ എന്റെ ഭഗവാനെ. എന്നാ ഇത് കണ്ടില്ലേ, നിന്റെ കല്യാണ പത്രിക സാക്ഷാൽ ദൈവം പോലും സ്വീകരിച്ചില്ല. ഇത് കണ്ടില്ലേ? അല്ലെങ്കിൽ തന്നെ എങ്ങനെ സ്വീകരിക്കാനാ? ദൈവം ഇപ്പോഴും ആരുടെ കൂടെയാ നിക്കാറ്? മറ്റുള്ളവർക്ക് ദോഷം ചെയ്യാത്ത ആളുകളുടെ കൂടെ. എന്തിനാ ഇങ്ങനെ തുറച്ചു നോക്കുന്നേ? ഇനിയിപ്പോ ഇതിന്റെയൊക്കെ പുറകില് എന്റെ കൈകളാണെന്ന് പറഞ്ഞാൽ തീർന്നല്ലോ. ആ, അല്ലെങ്കിൽ പണക്കാർക്കെല്ലാം ഇങ്ങനെ ചിന്തിക്കുന്നത് വളരെ എളുപ്പമാണല്ലോ. പക്ഷെ സത്യത്തിൽ ഇതിന് പറയുന്ന പേര് നീതിന്നാ. ഈശ്വരനുണ്ടല്ലോ, അവൻ നിന്റെ അച്ഛന്റെ കൈകൾ കൂടെ തന്നെ നിനക്ക് ശിക്ഷ തന്നത് കണ്ടില്ലേ? എത്ര ബുദ്ധിയായിട്ടാ അദ്ദേഹം നിന്നെ ഒരു പാഠം പഠിപ്പിച്ചത്. ഏത് ചെറുക്കനെയാണോ നീ ഇഷ്ടപ്പെട്ടിരുന്നത്, ആരെയാണോ നീ മോഹിച്ചത്, അവൻ തന്നെ നിന്നെ വേണ്ടാന്ന് പറഞ്ഞു പോയില്ലേ? നിന്റെ അച്ഛൻ തന്നെയാ ഏറ്റവും വലിയ ശത്രു എന്ന് തെളിഞ്ഞില്ലേ? കാരണം അദ്ദേഹം നിന്നെ പറ്റിച്ച് സ്നേഹം നിന്റെ കയ്യിൽ നിന്ന് പിടിച്ചു വാങ്ങിയില്ലേ? സ്വന്തം മകളുടെ നാശത്തിന് അച്ഛൻ തന്നെ കാരണമാകുന്നു പറയുമ്പോ അതിനേക്കാൾ ഗതികെട്ട വിധിയുള്ള ഒരു പെണ്ണിനെ വേറെ എവിടെ കാണാൻ പറ്റും? ഇനിയിപ്പോ നിന്റെ അച്ഛൻ ഇഷ്ടപ്പെട്ട ഒരു പയ്യനുമായിട്ട് നിന്റെ വിവാഹം നടക്കും. അങ്ങനെ ആ രാഷ്ട്രീയക്കാരന്റെ വീട്ടിലെ വളർത്തുനായ പോലെ നിനക്ക് കഴിയേണ്ടി വരും. അല്ല, നിങ്ങൾ ഇത് എന്തൊക്കെയാ പറയുന്ന ജാനകി ആന്റി? നിങ്ങൾക്ക് എന്നോട് വെറുപ്പാന്നൊക്കെ എനിക്കറിയാം. എന്ന് വെച്ച് അത് നിങ്ങൾക്ക് എന്ത് പറയാനുള്ള ലൈസൻസായി എടുക്കരുത് എന്റെ അച്ഛനെ കുറിച്ച്. എന്റെ അച്ഛൻ വളരെ നല്ല മനുഷ്യനാ. അദ്ദേഹം ഈ ലോകത്തിലെ തന്നെ ബെസ്റ്റ് അച്ഛൻ. തകർന്നു പോവും. നിന്റെ ഈ അഹങ്കാരവും തകർന്നു പോവും. അത് നിന്റെ അച്ഛന്റെ യഥാർത്ഥ രൂപം നീ കാണുമ്പോഴാണ്. പക്ഷെ സങ്കടമുണ്ട്, അതൊക്കെ ഒരുപാട് നാളുകൾ കഴിഞ്ഞായിരിക്കും. അല്ല അമ്മ, എന്താ ഇഷ്യൂ ആയിട്ട്? അല്ല, എന്താ അവര് സംസാരിക്കുന്നത്? നീ തയ്യാറായിക്കോ സ്വർണക്കൂട്ടിലെ തത്തയായി നീ ജീവിക്കാൻ. അതാ നിന്റെ വിധി. ജാനകി ആന്റി, നിങ്ങൾ എന്തായി പറയുന്നത്? പച്ചക്കള്ളോ പറയുന്നേ. എന്റെ അച്ഛൻ എന്നോട് എന്തുമാത്രം സ്നേഹമുണ്ടെന്ന് എനിക്കറിയാം. അച്ഛൻ സ്വന്തം മോളോട് ഒരിക്കലും ഇങ്ങനൊന്നും ചെയ്യാൻ കഴിയില്ല. ഈ കാര്യം ഇനി ഭഗവാൻ തന്നെ വന്ന് എന്നോട് പറഞ്ഞാലും ഞാൻ ഒരിക്കലും അത് വിശ്വസിക്കാൻ പോകുന്നില്ല. മനസ്സിലായോ? നിങ്ങൾ എന്റെ അച്ഛനെ കുറിച്ച് പറഞ്ഞതിനൊക്കെ ഈശ്വരൻ നിങ്ങൾക്ക് ശിക്ഷ തന്നോളും. എന്റെ കാര്യങ്ങളിൽ എന്റെ അച്ഛനാവട്ടെ അല്ലെങ്കിൽ എന്റെ ഈശ്വരനാകട്ടെ, രണ്ടുപേരും മോശമായിട്ട് ഒന്നും നടക്കാൻ അനുവദിക്കില്ല. മാത്രമല്ല, നിങ്ങൾക്ക് നാണമില്ലേ? ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന വീട്, മാസം സാലറി തരുന്ന മനുഷ്യൻ, അദ്ദേഹത്തെ കുറിച്ച് തന്നെ ഇങ്ങനൊക്കെ പറയാന്ന് വെച്ചാ, അതും അദ്ദേഹത്തെ ഇത്രമാത്രം സ്നേഹിക്കുന്ന അദ്ദേഹത്തിന്റെ മകളോട് തന്നെ. പണ്ടെപ്പോഴോ എന്തോ ഒരു പ്രശ്നത്തിന് വഴക്ക് പറഞ്ഞൊന്നും വെച്ച് വായി തോന്നുന്ന അപവാദങ്ങളൊക്കെ ഇങ്ങനെ വിളിച്ചു പറഞ്ഞോണ്ട് നടക്ക. നിങ്ങളൊക്കെയാണ് അച്ഛൻ ഇത്രയും നാൾ വിശ്വസിച്ചോണ്ടിരുന്നേ. മതി, നിങ്ങൾ ഇവിടുന്ന് പൊക്കോ ജാനകി ആന്റി. മാത്രമല്ല, ഇനി നിങ്ങൾ എന്റെ കൺമുന്നിൽ കണ്ടുപോരുത്. ഞാൻ പൊയ്ക്കോളാം. എന്റെ ഭഗവാൻ ഇന്നല്ലെങ്കിൽ നാളെ നിന്റെ കൺമുന്നിലുള്ള മറ മായ്ക്കുമല്ലോ. അന്ന് അഹങ്കാരിയായ നീ എന്റെ മുന്നിൽ അടിയറവ് പറഞ്ഞിരിക്കും. നോക്കിക്കോ. അമ്മയൊന്നും വരുന്നുണ്ടോ? വാങ്ങിക്കോട്ടെ. വരുവാ. അച്ഛാ, അച്ഛാ, അച്ഛൻ എവിടെ പോയി? അറിയില്ല. അച്ഛാ, ഇഷ, calm down. ഇഷ, ചേട്ടത്തി, നിങ്ങൾ അച്ഛൻ എവിടെയെങ്കിലും കണ്ടായിരുന്നോ? ഇല്ലല്ലോ ഇഷ, ഞാൻ കണ്ടില്ല. ചേട്ടത്തി, ചേട്ടത്തി, ഞാൻ പറയുന്നത്. എടി മോള്, നീ കല്യാണ പെണ്ണല്ലേ? കല്യാണം കഴിക്കാൻ പോണ പെണ്ണ് പുറത്തു പോയിട്ട് വന്നാലുണ്ടല്ലോ, അവളെ ഒന്ന് ദൃഷ്ടി ഒഴിയണം. രാമ 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 രാമ. എന്റെ ഭഗവാനെ, ഇന്ന് ഗുലാബിനെ സംബന്ധിച്ച് വളരെ സന്തോഷമുള്ള ദിവസം. ഭഗവാനെ, അവന്റെ മനസ്സിലുള്ള എല്ലാ ആഗ്രഹങ്ങളും സാധിച്ചു കൊടുക്കണേ. ഒന്നിങ്ങി വന്നേ. ദാ, ഇതെടുത്ത് പുറത്തു കൊണ്ടുപോയി കളയും.
ഇന്ന് ഗുലാബ് സിംഗ് വരുന്നുണ്ട്. നിങ്ങളെല്ലാരും റെഡിയല്ലേ? എന്ത് സംഭവിച്ചാലും ശരി, ഇന്ന് അവൻ രക്ഷപ്പെടാൻ പാടില്ല. എടി നാശം പിടിച്ചവളെ, എന്ത് തോന്നിയത് നീ കാണിച്ചേ? ഒന്ന് ശ്രദ്ധിച്ചു നടക്കണ്ടേ? എന്നെ എന്തിനാ ഇങ്ങനെ തുറച്ചു നോക്കുന്നേ? അച്ഛാ, എല്ലായിടത്തും പുറത്തുകൊണ്ടേ കളി. അച്ഛാ, അച്ഛാ. ചേട്ടാ, ഒന്ന് വേഗം വണ്ടി എടുക്ക. അമ്മ എന്തായി കാണിച്ചേ? ഇതൊക്കെ ഈശോയോട് പോയി പറയാൻ വേണ്ടിയാണോ ഞാൻ അമ്മയോട് ഇതൊക്കെ രഹസ്യമായിട്ട് പറഞ്ഞു തന്നത്? ഇനിയിപ്പോ ഈ കാര്യങ്ങളൊക്കെ വല്യച്ഛനെങ്ങനെ അറിഞ്ഞാലുണ്ടല്ലോ, അയാൾ നമ്മളൊന്നും വെറുതെ വിടില്ല. അയ്യോ എന്റെ ഭഗവാനെ, ഞാനിപ്പോ എന്ത് ചെയ്യും? അതിപ്പോ ഞാൻ വേണോന്ന് വെച്ച് ചെയ്തതല്ല. അവള് പെട്ടെന്ന് എന്റെ കൺമുന്നിൽ വന്നപ്പോ ഞാൻ പറഞ്ഞു പോയതാ. എന്റെ ഉള്ളിലുള്ള ദേഷ്യം അറിയാതെ പല വാക്കുകളിലൂടെ പുറത്തു വന്നു. ഇനിയിപ്പോ എന്താ ചെയ്യാ? അവര് നമ്മൾ എന്തെങ്കിലും ചെയ്യോ? എന്റെ ഭഗവാനെ, അയ്യോ. ഇത് രോഹന്റെ വീടാണല്ലോ. പക്ഷെ അച്ഛൻ എന്താ ഇവിടെ? എന്തുകൊണ്ടാ ഇങ്ങനെ ഒരു തെറ്റിദ്ധാരണ ഉണ്ടായത്? ഗുലാബിന്റെ കയ്യിൽ നിന്നും രക്ഷപ്പെടാമെന്ന് കരുതിയോ നീ?